നമ്മുടെ സൂര്യനെപ്പോലുള്ള ഒറ്റ നക്ഷത്രങ്ങളെക്കാൾ എളുപ്പത്തിൽ ഇരട്ട നക്ഷത്രങ്ങൾക്ക് ചുറ്റും ഗ്രഹങ്ങൾ രൂപപ്പെട്ടേക്കാമെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇരട്ട നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ രൂപീകരണം സംബന്ധിച്ച പുതിയ കണ്ടെത്തലുകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഗാലക്സിയിൽ ഇരട്ട നക്ഷത്രങ്ങൾ സാധാരണമാണ്. എന്നാൽ ഗ്രഹരൂപീകരണം അവിടെ ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെ കരുതിയിരുന്നത്. സ്റ്റാർ വാർസിലെ ടാറ്റുയിൻ പോലുള്ള ലോകങ്ങൾ ഒരു കാലത്ത് കേവലം ശാസ്ത്രഫിക്ഷൻ സങ്കല്പമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ യൂണിവേഴ്സിറ്റി ഓഫ് ലങ്കാഷെയറിലെ പുതിയ ഗവേഷണങ്ങൾ ഇതിന് വിപരീതമായ സാധ്യതകളാണ് തുറന്നിടുന്നത്. അത്യാധുനിക കമ്പ്യൂട്ടർ സിമുലേഷനുകൾ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത്. ഇത് ചെറുപ്പമായ ഇരട്ട നക്ഷത്രങ്ങളെ ചുറ്റുന്ന വാതക ഡിസ്കുകളുടെ പരിണാമത്തെ മാതൃകയാക്കി. ഇരട്ട നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഡിസ്കുകൾ ഗ്രഹരൂപീകരണത്തിന് കൂടുതൽ അനുയോജ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിയേക്കാം എന്ന് ഗവേഷകർ കണ്ടെത്തി. ഇരട്ട നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹരൂപീകരണത്തിന് 2 പ്രധാന മേഖലകളുണ്ടെന്ന് സിമുലേഷനുകൾ കാണിക്കുന്നു. നക്ഷത്രങ്ങളോട് അടുത്തുള്ള ഭാഗം ഫോർബിഡൻ സോൺ അഥവാ നിരോധിത മേഖലയാണ്. ഇവിടെ ശക്തമായ ഗുരുത്വാകർഷണം ഗ്രഹരൂപീകരണം തടയുന്നു. എന്നാൽ ഈ മേഖലയ്ക്ക് പുറത്ത് ഡിസ്ക് ഭീമാകാരമായ ഗ്രഹങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു അനുകൂല സാഹചര്യമായി മാറുന്നു. ഈ പഠനത്തിലെ പ്രധാന കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒറ്റ നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഡിസ്കുകളേക്കാൾ കൂടുതൽ ഗ്രഹങ്ങൾ ഇരട്ട നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഡിസ്കുകളിൽ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി. രൂപപ്പെടുന്ന ഗ്രഹങ്ങളിൽ വലിയൊരു ഭാഗവും വ്യാഴത്തേക്കാൾ വലുപ്പമുള്ള വാതക ഭീമൻ ഗ്രഹങ്ങളായിരിക്കും. ചില ഗ്രഹങ്ങൾ ഈ സിസ്റ്റങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നക്ഷത്രങ്ങളില്ലാത്ത ഫ്രീ ഫ്ലോട്ടിംഗ് പ്ലാനറ്റ്സായി ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ സഞ്ചരിച്ചേക്കാം. ഈ കണ്ടെത്തലുകൾ ഗ്രഹാന്വേഷണത്തിൽ പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഇതിനകം തന്നെ 50-ലധികം സർക്കംബൈനറി എക്സോപ്ലാനറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനം അവയുടെ രൂപീകരണത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ELT പോലുള്ള പുതിയ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഈ കണ്ടെത്തലുകൾ കൂടുതൽ സാധ്യതകൾ തുറക്കുന്നു. ടാറ്റുയിൻ പോലുള്ള യഥാർത്ഥ ലോകങ്ങൾ നമ്മൾ മുമ്പ് സങ്കൽപ്പിച്ചിരുന്നതിലും സാധാരണമായിരിക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത്. നന്ദി.